Hello guys. Hi guys. This is your Ammu and Aju. സോ ഇന്ന് നമ്മുടെ ചെറിയൊരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ ഡെർബിഷെയറിലുള്ള പീക്ക് ഡിസ്ട്രിക്ട് എന്നൊരു നാഷണൽ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ? പീക്ക് ഡിസ്ട്രിക്ട് പോறதுக்கு இங்க கூட எக்ஸ்ட்ரா ஒரு ஆள் சேர்ந்திருக்கு. നന്നാ ദർജാൻ ലാവണ്യ. Say hi. ഗൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പീക്ക് ഡിസ്ട്രിക്റ്റിൽ ഓൾമോസ്റ്റ് എത്താറായി. ഇപ്പോൾ നമ്മൾ റോഡ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ട്രക്കിങ്ങിൽ പോകാൻ പോവുകയാണ്. ഒരു 4 minutes നമ്മൾ അവിടെ എത്തും. ഇപ്പൊ നമ്മൾ പോകുന്ന റോഡിന്റെ പേരാണ് സ്നേക്ക് പാസ്. ஸ்னேக் பாஸ் தான் வந்து இருக்கலே பீக் டிஸ்ட்ரிக்ட்ல வந்து ரொம்ப பியூட்டிஃபுல்லான ஒரு ரோட் டிரைவ்னு சொல்லியிருக்காங்க. ஆமா, இது அவ்வளவு பியூட்டிஃபுல்லா தான் இருக்கு ஆக்சுவலி. നമുക്ക് കാണുമ്പോഴേ അറിയുന്നുണ്ട് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. നമ്മൾ പോകുന്ന വഴികൾ നോക്കണേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ കുറേ ചെമ്മരിയാടുകളിനെ കണ്ട്. எவ்வளோ கோல்டுன்னு உங்களுக்கு சொன்னா புரியாத, எக்ஸ்பீரியன்ஸ் பண்ணாதான் தெரியும். அவ்வளோ வந்து ഏതോ ഒരു ഡയറക്ഷനിൽ ഫോണ് വീഴും, നമ്മൾ വീഴും. ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ഫ്ലൈറ്റ് ക്രാഷിലേക്ക് പോകുന്ന വഴിയാണിത്. കുറച്ച് വാമായി ഫീൽ ആവുന്നുണ്ട്. പിന്നെ സണ്ണൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്ന് ഇത്ര നേരം നമ്മളെ സണ്ണിന് പോലും നമ്മളെ വേണ്ടായിരുന്നു. இது டோட்டலா வந்து அப் அண்ட் டவுன் சேர்த்து வந்து 4 hours கிட்ட പോയിട്ട് ஐ திங்க் வந்து 3.6 miles ன்னு நினைக்கிறேன். இப்படி போகணும். அப்போ இது வழி எப்படின்னு சொல்லுவோம். ട്രക്കിങ്ങിനുള്ള ഏരിയയാണ്. ജീപ്പൊക്കെ ഉണ്ടല്ലോ, ജീപ്പൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. വന്നാ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല കുത്തനുള്ള ഹില്ലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന കഷ്ടം ഉണ്ടാവുള്ളൂ. ഇത് നടക്കാൻ ഈസിയാ. ஒன்று சொல்லிட்டா கேட்கட்டா, ஏன் வந்துட்டு பீப்புள் எல்லாம் வந்துட்டு கிராஷான அந்த உடஞ்ச பார்க்கணுன்ட்டு இப்படி போகிறாங்க. ஃபர்ஸ்ட் ஆஃப் ஆல் அங்கே போயாதான் தெரியும் அதில் என்ன இருக்குன்னு. உடஞ்சி போன ஃப்ளைட்டில் நம்ம வந்து மோஸ்ட்லி எப்படி பார்த்ததில்லை. ஸோ നമ്മൾ അത് എന്താണ് ഒരാൾ പറഞ്ഞാൽ അവിടെ ഉടഞ്ഞു പോയ ഫ്ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അവിടെ എന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ എല്ലാവരും പോകില്ലേ. അതേപോലെ തന്നെ நான் ஆல்ரெடி போயிருக்கேன். எப்படி அந்த பிளேஸ் இருக்குன்னு இவகிட்ட சொன்னால் வந்துட்டு அவங்களுக்கு வந்துட்டு சுவாரஸ்யம் போயிடும். ஸோ அதனால் வந்துட்டு அவளே போய் அதை காணிக்கிட்டு பார்க்கணும். ഹലോ ഗായ്സ്, ഇവിടുത്തെ ക്ലൈമറ്റെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് നല്ല കോൾഡായിരുന്നു ഫീൽ ചെയ്ത്. പിന്നെ പോകെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായി. ഇവിടെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഈ ക്ലൗഡ് ഇങ്ങനെ മൂവ് ആവുന്നു, വെയിൽ ഒരു സൈഡിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ട്. അപ്പം അടിക്കടി കാറ്റ് കോൾഡ് വരും, പിന്നെ കുറച്ച് ചൂടായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. നൈസായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. പ്ലെയിൻ ഏരിയ ആയതുകൊണ്ട് നമുക്ക് അധികം ടയേർഡൊന്നും ആവാണ്ട് നമ്മളിങ്ങനെ ഓടി നടന്നിട്ടൊക്കെ. അപ്പോൾ നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിൽ നടന്ന് ഒരു പരിവായിരിക്കുന്നത്. പക്ഷെ തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ടയേർഡല്ല. നമ്മളിപ്പോൾ പകുതി എത്തി, ഇനിയും പകുതിക്ക് മേലെ എത്തി, ഇനിയും കുറച്ചും കൂടെ ദൂരമുണ്ട്. நம்ம அந்த ஃப்ளைட் கிராஷை பார்க்கறதுக்கு எனக்கு தெரிஞ்சு இன்னொரு 1 mile இருக்கும்னு நினைக்கிறேன். அவ்வளோதான், ஆல்மோஸ்ட் ரீச் ஆக போகிறோம். இதுக்கு பின்னாடி உள்ள சீனரிஸ் பார்த்து எப்படி இருக்கு பாருங்க. இல்லை ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചപ്പാടം പച്ച ഷീറ്റ് വിരിച്ച മാതിരി അതിൻ്റെ ഇടയിൽ കുറേ വൈറ്റ് കളർ ஓகே கைஸ், கடைசியாக நம்ம வந்துட்டு ஃப்ளைட்டு கிராஷ் ஆன இடத்துக்கு வந்தாச்சு. ஆக்சுவலாக இந்த ஃப்ளைட்டு வந்துட்டு அமெரிக்காவோட சேர்ந்தது. இந்த ஆக்சிடென்ட் நடந்தது வந்துட்டு 1948 நடந்திருக்கு. இந்த ஃப்ளைட் கிராஷ் இல்லாமல் அதில் நடந்திருக்கு. அதில் வந்துட்டு டோட்டலாக 13 பேர்
13 மெம்பர்ஸ் வந்துட்டு இறந்து போயிருக்காங்க, டெட் ஆகிருக்காங்க. ஸோ அதுக்கு வந்துட்டு மெமோரியலாக இங்கே வந்துட்டு ஒரு ஸ்டாச்சுவும் வச்சுருக்காங்க. നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയപ്പോൾ ഉള്ള അവസ്ഥയാണിത്. കാറ്റെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ മരണമാസ് കാറ്റായിരുന്നു. നമുക്ക് മര്യാദയ്ക്കൊന്നും നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. ആടിക്കൊണ്ടായിരുന്നു നിൽക്കണ്ടായിരുന്നു. നമ്മൾ ഈ എടുത്ത വീഡിയോസിൽ സംസാരിക്കുന്നത് പോലും കേൾക്കുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് കാറ്റായിരുന്നു. பார்த்தீங்கன்னா நாங்கள் வந்து ஒரு அடியில் உட்காந்துருக்கோம். ஏன்னா வந்துட்டு மற்ற இடத்துல போய் வந்துட்டு நிற்க கூட முடியல, அவ்வளோ வந்துட்டு காற்று இங்கே எல்லாம் பாறைக்கு அடியில் உட்காரும் போதே முடி இப்படி இருக்கு. നമ്മൾ പറക്കുന്ന ഒരു രീതിയിൽ നമ്മൾ പറന്നു പോകും. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കാറ്റടിക്കുന്നത് നമ്മൾ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാറ്റ് തള്ളി പോവുക. പീക്ക് ഡിസ്ട്രിക്റ്റിൽ ഹൈയസ്റ്റ് പീക്ക് പോയിന്റ് വന്ന് എല്ലാം பார்த்தாச்சு. അതിനിടയിൽ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് മഴ, അതുകൊണ്ട് ഐസ് മഴ ലൈറ്റൊക്കെ നമ്മളിപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന വേറെ വഴിയാണ്. വന്നപ്പോൾ നമുക്ക് ഓരോരോ സ്ഥലത്തിലും വന്നിട്ട് സിമെൻറ്റിൻ്റെ മറ്റേ ഇതുണ്ടായിരുന്നു, കോൺക്രീറ്റിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് ഇപ്പോൾ പോകുമ്പോൾ ഷോർട്ട് കട്ടിൽ കൂടെയാണ് പോകുന്നത്. ഒരു വേയും ഇല്ല, നമ്മള് റോഡ് നോക്കിയിട്ടാണ് പോകുന്നത്. കാണില്ല ക്യാമറയില്, അവിടെ കുറെ കാർ നിർത്തിയിട്ടുണ്ട്, അത് മാത്രമേ കാണുന്നു. പിന്നെ വണ്ടി മൂവ് ചെയ്യുന്നത് കാണാം. സോ നമ്മൾ ആ റോഡ് നോക്കിയിട്ട് ആണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തണുപ്പ് കുറച്ച് കമ്മിയായിട്ടുണ്ട്, പറഞ്ഞ കാറ്റ് കുറച്ച് കമ്മിയായിട്ടുണ്ട്. നേരത്തെ ഭയങ്കര കാറ്റായിരുന്നു. സോ അതുകൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ കൂടെ മഴയും കൂടെ പെയ്യാൻ തുടങ്ങിയപ്പോൾ സൈഡിൽ வந்துட்டு பார்த்தீங்கன்னா അരുവി. അങ്ങനെ നമ്മളെത്തി റോഡ് കണ്ട് വണ്ടിയും കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. ഇവിടെ ഒന്നും മഴ പെയ്തിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. ബിക്കോസ് ഇവിടുത്തെ മഴ നനഞ്ഞിട്ടില്ല. പെയ്ത മഴ പറഞ്ഞാൽ അത്ര വലിയ മഴയൊന്നുമില്ല, ജസ്റ്റ് എന്നാ പറയാ, ചാറ്റൽ മഴയായിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് തണുപ്പൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. മഴയും കൂടെ നനഞ്ഞപ്പോൾ സബാഷായി ഗൈസ്. സുബം. ഓക്കെ, ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പോവില്ലയോ എന്ന് ഗസ്സിലായിരുന്നു. ബട്ട് ഫൈനലി നമ്മൾ പോവാൻ തന്നെ തീരുമാനിച്ചു. ബിക്കോസ് ലൈക്ക് ഇവിടം വരെ വന്നല്ലേ ഓൾറെഡി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മഴ നമ്മൾ വീണ്ടും ചതിച്ചു. ഇപ്പം മഴ ചാറ്റൽ മഴയുണ്ട്. സോ ഞാൻ ലേഡി ബോവർ എന്ന് പറഞ്ഞ പ്ലേസ്, പറഞ്ഞ പ്ലേസിലാണ്. ഇവിടെ റിവറാണ്. റിവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. அது வந்துட்டு இந்த டேம் எப்படின்னா ஃபென்டாஸ்டிக் 4 மூவி பார்த்துருந்தீங்கன்னா தெரியும். அதில் வந்துட்டு ரிவர்ல இருந்து தண்ணி அப்படியே உள்ளார போகும். ஸோ சைக்ளோன் போல. ஸோ அது வந்துட்டு இங்கே தான் വലിയ இருக்கு. സൈക്ലോൺ. പക്ഷേ இங்கே வந்துட்டு தண்ணி அதிகமாக இருந்துச்சுன்னா மட்டும் தான் அது பார்க்க முடியும், இல்லைன்னா அதோட ரவுண்டு மட்டும் தான் பார்க்க முடியும். എനിക്ക് ലക്സി എത്ര തണ്ണി, ബിക്കോസ് ഒബ്വിയസ്ലി മോസ്റ്റ്ലി ഇവിടെ റെയിനൊക്കെ വരുന്നത് ഇതുപോലത്തെ റെയിനാണ്. സോ പിന്നെ സമ്മർ അടുക്കാറായി. സോ അതിനാൽ ഒബ്വിയസ്ലി വന്നിട്ട് നമ്മളതുപോലെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എനിഹോ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് പോയി നോക്കിയിട്ടുണ്ട്. സോ ലാവണ്യ പിന്നാലെ ഏതൊക്കെയോ ഫ്ലവറൊക്കെ കാട്ടിലൊക്കെ പോയിട്ട് ഏതൊക്കെയോ പൂവും പുഷ്പമൊക്കെ വലിച്ചിട്ട് വരിക.
ഈ ഹോളാണ് പറഞ്ഞത്, പക്ഷെ ഇതിൽ വെള്ളമില്ലടാ, വെള്ളമില്ല. സോ നമ്മൾ നിരാശയിലാണ് നമ്മൾക്ക്. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ കുറച്ച് മഴ കമ്മിയായതുകൊണ്ട് ക്ലൈമറ്റ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഓക്കെ ഗായ്സ്, സോ നമ്മളിന്ന് ഓൾമോസ്റ്റ് നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു. ഇനി നമ്മൾ ബാക്ക് ടു ഹോമാണ്. ഇവിടെ നിന്ന് കുറച്ച് ട്രാവലുണ്ട്. സോ ഇനി അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാ, റെസ്റ്റ് എടുക്കാം. അതാണ് എടുக்கலாம். ஆனால் இங்கே வந்துட்டு டோட்டலாக வந்துட்டு 3 days வேணும் இங்கே ஃபுல்லாக கவர் பண்ணுறது. 3 days இல்லாதனால 1 dayல எவ்வளோ கவர் பண்ண முடியுமோ அவ்வளோ கவர் അത് എന്തുവാ. ഓക്കെ ഗൈസ്, അപ്പം പീക്ക് ഡിസ്ട്രിക്റ്റിൽ വന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുറേ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചതല്ല, ഓരോരോ ക്ലൈമറ്റിൽ കൂടെ നമ്മൾ പോയി ഇറങ്ങി, ഓരോരോ വെതറിൽ കൂടെ നമ്മൾ പോയി ഇറങ്ങി. இன்னைக்கு வந்து புது எக்ஸ்பீரியன்ஸ்னா அது ஒரு விண்டி தான். பயங்கர காத்து அவ்வளோ காத்து, വല്ലാത്തൊരു കാറ്റായിരുന്നു. നമ്മൾ നേരെ ഒന്നും നിന്നില്ലെങ്കിൽ നമ്മൾ പറന്ന് വീണിട്ട് പറക്കില്ല, അത് കുറച്ച് ഓവറാണ്, ട്രെയിനിന്റെ ബിൽഡപ്പാണ്. പക്ഷെ വീഴും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് വീഴും, ഡാം ഷുവർ, നമ്മളൊരു ഉണക്ക പോലെ നിന്നാല്. അപ്പം അതൊക്കെ നൈസാണ്. നമ്മളിപ്പം UK വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു പ്ലേസിൽ പോകുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. സോ ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ. Until then, signing off, your Raju and Ammu with Lavanya.